7 റിയാലും 7 റിയാലിന്റെ കോയിൻസും ഉണ്ട് അതിന്റെ കൂടെ തന്നെ. അപ്പോൾ അത് നമ്മൾ സ്വീകരിച്ചതായി അറിയിക്കുകയാണ്. വളരെ വലിയൊരു തുക തന്നെയാണ്. 160ഓളം രൂപ നമ്മുടെ റിയാല് ഈ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഏകദേശം 160ഓളം രൂപ ഉണ്ടാവും. അപ്പോൾ ഏകദേശം 3500ഓളം രൂപ അവരുടെ ചെറിയ ചെറിയ നാണയത്തുട്ടുകൾ എടുത്തു വെച്ചുണ്ടാക്കിയിട്ടുള്ള പൈസയാണ്. വലിയൊരു മാതൃകയും വലിയൊരു അഭിമാനം കൂടിയാണ് നമുക്ക്. എന്തായാലും ആ പണം നമ്മളെ ഏൽപ്പിക്കുന്ന അതിന്റെ റെസിപ്റ്റ് ഇപ്പൊ കൈമാറുന്നതാണ്. വലിയാട്ട് ആര്യൻ വിജയേട്ടന്റെ പേരക്കുട്ടിയുണ്ട്. ഒരു കുറ്റിയായിട്ട് വന്നിരിക്കുന്നു. അത് ഗാരിമി ഏറ്റുവാങ്ങി അത് പൊളിച്ചിട്ട് അല്ലേ എമൗണ്ട് പ്രഖ്യാപിക്കുന്നതാണ്. എല്ലാവരും ഒന്ന് കൈയടിച്ച ചെറിയ കുട്ടികളാണ്. അതിന്റെ റെസിപ്റ്റ് ഗാരിമി കുഞ്ഞിപ്പൂ ചേർന്ന് ആ കുട്ടിക്ക് കൈമാറാണ്. ഇത് കണ്ടിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് കുട്ടികൾക്കായിട്ട് വരിക. നമ്മുടെ പരിപാടികൾ വളരെ മനോഹരമായിട്ട് മുന്നേറട്ടെ എന്ന് ആശംസിക്കുന്നു. അത് കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു ഓർമ്മയുണ്ട്. ഇതുപോലത്തെ അടുത്ത സംഗമങ്ങൾക്ക് സംഘടിപ്പിക്കാനുള്ള ഒരു പ്രചോദനമാണ്. അടുത്ത ഒരു കുട്ടിയും കൂടി എത്തിയാണ്. ഇത് നമ്മുടെ കപ്പറക്കാട് ജലീലിന്റെ പേരക്കുട്ടിയും ജൗഹറിന്റെ മോളുമായ ഷൻസ ഫാത്തിമ അവരുടെ വീട്ടില് കുറ്റിയായിട്ട് വന്നേക്കാണ്. നമ്മുടെ കമ്മിറ്റി ഭാരവാഹി സിറാജ് ഏറ്റുവാങ്ങാണ്. അത് എണ്ണിയതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയിക്കും ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒരാള് അത് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും കുറ്റി കുളിച്ചാൽ പിന്നെ അവർക്ക് പിന്നെയും പൈസ ഇട്ട് വെക്കാനുള്ള ഒരു കുറ്റി ഇവിടുന്ന് കൊടുക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇന്ന് രാവിലെ മാത്രമായിട്ട് കളക്ട് ചെയ്ത പൈസയാണത്. ഓക്കെ, അത് അവർ ഏറ്റുവാങ്ങാണ്. അതിന്റെ റെസിപ്റ്റ് അവിടുന്ന് സ്വീകരിക്കുന്നതാണ്. ഇത് അതിൽ എത്ര രൂപ ഉണ്ട് എന്നുള്ളതല്ല, ആ കുട്ടി നമ്മൾക്ക് അതുമായിട്ട് വന്നു എന്നുള്ളതാണ് ഇത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ മഹാസംഗമത്തിലേക്ക് നമ്മുടെ കുഞ്ഞിപ്പൂന്റെ പേരക്കുട്ടി റോഷന്റെ മോൻ മുഹമ്മദ് ആനി അവന്റെ കുറ്റിയേറ്റ് വന്നേക്കാണ്. നമ്മളെ കുഞ്ഞിപ്പൂ അത് ഏറ്റുവാങ്ങാണ്. തോപ്പിൽ കുഞ്ഞിപ്പൂവാണ്, വല്യാപ്പല്ല. അപ്പൊ ഇനി അത് എണ്ണി നോക്കിയിട്ട് അതിന്റെ എമൗണ്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കണം. ആ ഒരു കാലിക്കുറ്റിയുടെയാണ്, സനമോളുടെ കുട്ടീൻ്റെ ആണ്. രണ്ടും കുഞ്ഞിപ്പൂന്റെ പേരക്കുട്ടികൾ തന്നെയാണ്. ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിക്കും. ഇതിന്റെ എമൗണ്ട് നമ്മളൊന്ന് എണ്ണി നോക്കിയിട്ട്. സിദ്ദീഖ് പാലക്കാട് എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാൽ ഇതേപോലെ കുറെ കുറ്റികൾ വരും. ഓക്കെ, അപ്പോ അതിന് വേറെ അടുത്ത ദിനാകുമ്പോ ഇനി ഇങ്ങനത്തെ ഒരു പിരിവില്ലാതിരിക്കാനും അല്ലെങ്കിൽ വൃക്ക മാറ്റിവെക്കാനും മറ്റ് അവയവ ശാസ്ത്രജ്ഞർക്കൊക്കെ വേണ്ടി ഇത്തരമൊരു ഫണ്ടിങ് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും നടക്കുന്നത്. മറ്റു പലതരത്തിലും നമ്മൾ ഫണ്ട് കളക്ഷൻ നടത്താനുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തികച്ചും സുതാര്യവും വളരെ മനോഹരവുമായ രീതിയിലാണ് ഈ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ടുള്ളത്. എല്ലാവരെയും ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന
ഇതിൻ്റെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സഹോദരങ്ങളുണ്ട് ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ. എല്ലാവർക്കും ദൈവം അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ പ്രവർത്തകന്മാർക്കും ഇതിനുവേണ്ടി പ്രയത്നിക്കുന്നവർക്കും പ്രവർത്തിക്കുന്നവർക്കും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. സ്നേഹം. കാര്യങ്ങൾ നിർവഹിച്ച് അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മൾക്കൊരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. പടച്ചറപ്പിന്റെ കയ്യിലാണ് എല്ലാം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആ സഹോദരന്റെ രോഗത്തിലേക്ക് അള്ളാഹു തആല പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് സമയം ലാസ്റ്റ് നമുക്ക് എന്താക്കും ദുആ ചെയ്യും. വലിയതായിട്ടുള്ള സഹായം തന്നെയാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള ആ മഹല്ലത്തിന്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സഖാഫി, അദ്ദേഹം സുഖമില്ലാത്തൊരു സഹോദരനാണ്. രാവിലത്തെ ഉദ്ഘാടന വർഷത്തിൽ അദ്ദേഹം വന്നിരുന്നു, സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കാര്യം അദ്ദേഹത്തിന് എന്താക്കി പറഞ്ഞിട്ടുണ്ട്. അതും വലിയതായിരിക്കും ഒരു ഓപ്പറേഷൻ നടക്കാനും വേണ്ടി പോവുക. അള്ളാഹു തആല സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. മഹല്ലത്തിന് വേണ്ടി ദീനിന്റെ വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മാരകമായ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ 5 ലക്ഷം രൂപയായി ഇൻഷാല്ലാ കൊടുക്കുമ്പോൾ ഇൻഷാല്ലാ 40 ലക്ഷം കവർ ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ ഒരു സംരംഭം വീക്ഷിക്കുന്നതിന് വേണ്ടി, ഇതിന് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ തൊട്ടടുത്ത നമ്മുടെയൊക്കെ ടീച്ചറായിട്ടുള്ള LC ടീച്ചർ, മഞ്ചേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടി നാട്ടിലുള്ള നമ്മുടെ ഒരു സഹോദരനാണ് വൃക്കരോഗം ബാധിച്ച് ഇതുപോലെ കഷ്ടപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ചികിത്സകളൊക്കെ മാറ്റിവെക്കാനുള്ള സാമ്പത്തിക സഹായത്തിന്റെ കുറവ് കൊണ്ട് ഒരാള് നമ്മുടെ ഇടയിൽ നിന്ന് വേർപിരിഞ്ഞു പോവുക എന്ന് പറയുന്നത് നമുക്കും കൂടി ഇന്ന് നമ്മൾ ഈ ആധുനിക സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വേദനാജനകമാണ്. അപ്പോഴ് അന്യന്റെ ദുഃഖം ലഘൂകരിക്കുക, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക എന്ന ഒരു ആപ്തവാക്യം മുൻനിർത്തി നമ്മുടെ പുല്ലാരെയും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ പരിപാടി നടത്തുകയാണ്. അപ്പോൾ ഇതിങ്ങനെ നടത്താൻ കപ്രക്കാടൻ കുടുംബത്തിലെ മോടമ്പിലാക്കൽ ഫാമിലി, പ്രിയപ്പെട്ട സൈദൽ വിക്കാക്കാന്റെ മക്കൾ ഈ മഹത്തായ സംരംഭത്തിലേക്ക് 30,000 രൂപ സംഭാവനയായി തന്നിരിക്കുകയാണ്. ബന്ധപ്പെട്ടവർ സൈദൽ വിക്കാക്കാന്റെ മക്കൾ ഈ സംഘാടക സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട കുഞ്ഞിപ്പൂവിനെ പ്രസ്തുത ഫണ്ട് ഏൽപ്പിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പൊ 8 മണി മുതൽ ഈ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. അവളിപ്പോ വീട്ടിൽ പോയിട്ട് അവളുടെ കയ്യിലുള്ള പൈസയുടെ കുറ്റിയായിട്ട് വന്നേക്കാണ്. അപ്പോ ഇത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹിയുള്ള ശശിയേട്ടനും കുഞ്ഞിപ്പും കൂടി അത് ഏറ്റുവാങ്ങും. അത് കഴിഞ്ഞിട്ട് അത് എണ്ണി നോക്കിയിട്ട് അതിന്റെ കണക്കും വെച്ചിട്ട് അവർക്ക് അതിന്റെ റെസിപ്റ്റും കൊടുക്കും. അതുപോലെ തന്നെ 2,400 രൂപ സംഭവം അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവര് സ്വരൂപിച്ചെടുത്ത ഒരു വലിയൊരു തുകയാണ്. തീർച്ചയായിട്ടും അതിന് കയ്യടി അവർ അർഹിക്കുന്നുണ്ട്. നമുക്കറിയാം അവര് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, ചെറിയ പൈസക്ക് ജോലി ചെയ്യുന്ന ആളുകളാണ് അവർ.
നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ അവർക്ക് കൈമാറും. മുറയൂരിലുള്ള 2 കുട്ടികളാണ്. അവർക്ക് വീണ്ടും പൈസ കളക്ട് ചെയ്യാൻ, വീണ്ടും ഒരുപാട് പണം അതിൽ സ്വരൂപിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളോട് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി സത്യം പൂക്കൂട്ടിനെ സാധിച്ചിട്ടുണ്ട്. ഏൽപ്പിക്കണം. വല്യപ്പാന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും ഒന്ന് കൈയടിച്ച് കുട്ടിക്കൊരു പ്രചോദനമാവട്ടെ. അതിന് പുറമെ ഒരു കാലിക്കുറ്റി ഇനി പൈസ ഇടാട്ടോ. നേതാക്കന്മാരും ഒരുപാട് ആശംസകളും പ്രകീർത്തനങ്ങളും പ്രശംസകളും ഈ വേദി സാക്ഷിയായിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ സാക്ഷിയാകാൻ പോകുന്നത് തീർച്ചയായും വളരെ വ്യത്യസ്തപരമായിട്ടുള്ള, നമുക്കാർക്കും പരിചയമില്ലാത്ത ഒരു പുതിയ മുഖം. അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള കൊണ്ടോട്ടി കൊട്ടുകര ഹൈസ്കൂളിലെ മുൻ പ്രിൻസിപ്പളും ഇന്ന് നിലവിൽ അൽഹുദ സ്കൂളിന്റെ പ്രിൻസിപ്പളുമായിട്ടുള്ള മിസ്റ്റർ മൊയ്തീൻകുട്ടി സാറാണ് നമുക്ക് ആശംസകൾ നേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മിസ്റ്റർ മൊയ്തീൻകുട്ടി സാർ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാവർക്കും പരിചയമില്ലെങ്കിലും അൽഹുദ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അൽഹുദ സ്കൂളിന്റെ നാഡിയും നരമ്പും റിയലി മിസ്റ്റർ മൊയ്തീൻകുട്ടി സാർ, he is the philanthropist and he is really the well-known orator and he is really the inspirator, motivator. He came here to attend the gathering. Really, this is auspicious moments for Pullara. Really, he is attend here to speak a few words for us, the merciful gathering of Mr. Sharafuddin sir. So, I cordially invite our honorable principal, the captain of Al-Huda, Mr. Mothinkutti sir, for the merciful gathering to address. Once again, our Al-Huda principal sir, he is the face of philanthropist. He is the face of well-known orator and speaker. So really, sir, I invite you to address this gathering. ഇന്നലെ സ്കൂൾ വിട്ടതിന് ശേഷം മൊയ്തീൻകുട്ടി മാഷിന്റെ കൂടെ ബൈക്കിൽ ഞാൻ ബസ് നിർത്താത്ത സ്ഥലമാണ് പട്ടക്കുളം. അതുകൊണ്ട് എനിക്ക് പിന്നെ ഈ വെള്ളോമ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ബസ് കിട്ടും എന്നതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ മൊയ്തീൻകുട്ടി സാറിന്റെ കൂടെയാണ്. എന്നെ പുല്ലാര ഇറക്കിയാൽ മതി എന്ന് ഞാൻ പറയാറുണ്ട്, കാരണം പുല്ലാര എല്ലാ ബസ്സും നിർത്താറുണ്ട്. പിന്നെ മിക്കവാറും എന്നെ വെള്ളോമ്പുറത്ത് എത്തിക്കും. പുല്ലാരയ്ക്കും വെള്ളോമ്പുറത്തിനും ഇടയിൽ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, നാളെ സാറേ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നാട്ടുകാരുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തി, ഇങ്ങനെ ഒരു കാര്യം, പേരൊക്കെ മറന്നുപോയി. കുറഞ്ഞ സമയം, 5 മിനിറ്റ് സമയം കിട്ടിയുള്ളൂ. അപ്പൊ എങ്ങനെ നിങ്ങളുടെ പരിപാടി എന്ന് ചോദിച്ചപ്പോ, നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരെയും ഞങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരത്തുകയാണ്. മതത്തിനും ജാതിക്കുമൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയ വൈവിധ്യങ്ങൾക്കും പ്രശംസിക്കുകയാണ്. അവർക്ക് പുതിയൊരു കുറ്റി സമ്മാനിക്കുന്നതിന് വേണ്ടി മാഷെ ക്ഷണിക്കുന്നു. വേണ്ടി സ്വരൂപിച്ച പണം എല്ലാ സന്തോഷത്തോടു കൂടെയും ഈ മഹത്തായ ഫണ്ടിലേക്ക് നൽകുകയാണ്. നമുക്കെല്ലാവർക്കും ഈ കൊച്ചുമോളെ അഭിനന്ദിക്കാം. എല്ലാവരും ഒരു കയ്യടി, നല്ല ഉഷാറില്, അവസാന സമയമാണ്, നല്ല ഉഷാറിലൊരു കയ്യടി. സന്തോഷം. അതിന് താഴെ പറാഞ്ചേരി ഫാമിലി 3 ലക്ഷം, അതിന് താഴെ പുലിക്കുത്ത് കുടുംബം 2 ലക്ഷം. ആ 2 ലക്ഷം താഴേക്ക് പോകാൻ പോകണം. 3-ാം സ്ഥാനത്തേക്ക് കരിക്കാട് കുടുംബം 2,111 രൂപ. എല്ലാവരും ഒന്ന് കൈയടിക്കും. 2,111 രൂപ കരിക്കാട് കുടുംബം ഇവിടെ ഏൽപ്പിക്കുകയാണ്. അത് നൽകുന്നതിന് വേണ്ടി കരിക്കാട് കുടുംബത്തെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി മജീദ് അരബി അതുപോലെ തന്നെ മായൻകുട്ടി ആക്കാനൊക്കെ സാദരം ക്ഷണിക്കുന്നു.
അതാണോ? സ്ക്രീനിലേക്ക് നോക്കി, എല്ലാവരും ഒന്ന് സ്ക്രീനിലേക്ക് നോക്കുക. 40 ലക്ഷം നമ്മൾ കടന്നിരിക്കുകയാണ്. ഇത് വലിയൊരു ചരിത്രമാണ്. സമയം 8 ആയിട്ടുള്ളൂ. ഇനിയുണ്ട് നമുക്ക് 1.5 മണിക്കൂർ ഇൻഷാ അല്ലാഹ് 10 ലക്ഷം രൂപയും കൂടി നമുക്ക് കളക്ട് ചെയ്യാൻ കഴിയും. 40,99,276 രൂപ കരിക്കാട് കുടുംബത്തിന് വേണ്ടി മജീദ് ദാരിമി അത് സ്വീകരിക്കുന്നു. എല്ലാവരും ഒരു നല്ലൊരു കയ്യടിയോ തെക്കുബീറോ എന്തുമാവാം. 2,111 രൂപ എന്തായി സംഭാവന ചെയ്തിട്ടുള്ളത്. ആ സഹോദരന് ഈ ചികിത്സ ഡോക്ടർമാർ പറയുന്നതിന്റെ മുമ്പ് ആ കുടുംബങ്ങൾ ഒരുപാട് സഹായങ്ങൾ ആരും ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടൊന്നുണ്ടായില്ല. വലിയതായിരിക്കത്ത സംഖ്യ സ്വരൂപിച്ച് അവരെന്താക്കിയിട്ടുണ്ട്, ആ സഹോദരനെ വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അള്ളാഹു തആല കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിപാടിക്കാണ് നമ്മളുള്ളത്. നമുക്കറിയാം, ഇന്ന് രാവിലെ ഇതിന്റെ ഉദ്ഘാടന പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സിസ്റ്റത്തിൽ ആദ്യം വാഗ്ദത്തം ചെയ്ത സംഖ്യകൾ കഴിഞ്ഞ പിന്നെ ആയിരങ്ങൾ പിന്നിട്ട് ലക്ഷങ്ങൾ മറികടന്നപ്പോൾ ലക്ഷ്യത്തിന്റെ പരിപാടികളാണ് നമ്മളുള്ളത്. ഇതിന് പങ്കെടുത്ത സംഘാടകര്, ഇതിന് സാമ്പത്തികമായി സഹായിച്ചവര്, ഇതിനുവേണ്ടി പ്രവർത്തിച്ചവര്, ഒരുപാട് മനുഷ്യർ ഒരു കൂട്ടായ്മയാണ്. അവർക്കൊക്കെ പടച്ച തമ്പുരാൻ സുഹൃതങ്ങൾ നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞാൻ എൻ്റെ ഇവിടെ പങ്കെടുത്ത മറ്റു മതസ്ഥർക്കൊക്കെ എൻ്റെ അഭിവാദ്യങ്ങൾ. മഹല്ല് കാരണവർ അബ്ബാസ് ഹാജി, ഷക്കീർ പുല്ലാര തുടങ്ങിയവരെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട KPT, നമ്മുടെ മേലോറി മഹല്ല് സെക്രട്ടറി, അദ്ദേഹത്തിന്റെ പ്രയത്നം നമുക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ നമുക്ക് വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല. അത്രത്തോളം അദ്ദേഹം ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ എഫക്റ്റും എടുത്തുകൊണ്ട് ഈ ഫണ്ട് കളക്ഷൻ വിജയിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ ദിവസവും എന്നപോലെ രാവിലെയും വൈകുന്നേരവും വിളിക്കും. എന്താ ചെയ്യേണ്ടത്, എങ്ങനെ തുടങ്ങേണ്ടത്, എവിടുന്നാണ് കാര്യങ്ങൾ സംഘടിപ്പിക്കേണ്ടത് എന്ന തരത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ദിവസവും രാവിലെയും വൈകുന്നേരം വിളിച്ചുകൊണ്ട് ബന്ധപ്പെടാറുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഇത് ഏറ്റുവാങ്ങാൻ വേണ്ടി സാദരം പ്രവാസികളിൽ, മക്കയിലുള്ള പ്രവാസികളാണ്. അവര് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പൈസയാണ് അത് പറഞ്ഞത്. 1,25,000 രൂപ. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് നോക്കി 41,39,313 നിൽക്കുകയാണ്. അതിലേക്ക് ഒരു 1.25 കൂടി കയറിയാൽ ഏകദേശം ഒരു 43 ലക്ഷത്തോളം. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഒരു മാസത്തോളമായി നമ്മുടെ നാട് നമ്മുടെ ഒരു സഹോദരന് വേണ്ടിയിട്ട് വളരെ കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ ആ സഹോദരന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നത്തിലാണ്. ഇന്നെനിക്കെൻ്റെ ജീവിതത്തിൽ തന്നെ ഞാനൊരു പുല്ലാര പ്രദേശവാസിയാണ് എന്ന് പറയാൻ ഏറ്റവും അഭിമാനം കൊണ്ട ഒരു ദിവസമാണെന്ന് കടന്നുപോയത്. ജാതിമതങ്ങൾക്കപ്പുറം, കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറം എല്ലാം മറന്ന് ഒരു കുടക്കീഴിൽ നമ്മുടെ പുല്ലാരയിലെ ഈ ഓഡിറ്റോറിയത്തിലേക്ക് ഒഴുകി വന്ന നമ്മളെ ജനങ്ങളെ കണ്ടപ്പോൾ ഈ വളണ്ടിയർ ബാഡ്ജിട്ട് നിന്ന് എനിക്ക് സത്യത്തിൽ പറയാൻ വാക്കുകളില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണെന്ന് കടന്നുപോയത്. പലരും പല ആക്സിഡൻ്റൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചെന്നാൽ, നമ്മുടെ നാട്ടുകാർ ചെന്നാൽ യാതൊരു മടിയും കൂടാതെ നമ്മളൊക്കെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ ബിസിനസ് ഗ്രൂപ്പ്, കുഞ്ഞുമാൻ്റെയും പോക്കരും ബിസിനസ് ഗ്രൂപ്പ് എല്ലാ നിലക്കും അവരുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, ലഭിക്കലുമുണ്ട്. ഇനിയും പല പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് വീണ്ടും സമീപിക്കുകയും അതുപോലെ മറ്റു നമ്മുടെ നാട്ടുകാരല്ലാത്തവരെയും കൂടി സഹകരിച്ചുകൊണ്ട് ഈ ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എത്തി നിൽക്കുന്നത് നമ്മുടെ കൂടപ്പിറപ്പായ സറഫുദ്ദീൻ എന്നയാളുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സന്തോഷം ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്,
നമ്മെ സംബന്ധിച്ചിടത്തോളം, പുല്ലാരക്കാരെ സംബന്ധിച്ചിടത്തോളം, പുല്ലാര എന്ന പേര് കേട്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, പ്രശംസിക്കപ്പെട്ടിട്ടുള്ളത് നേർച്ചകളുടെ പേരിലും ഭക്തിയുടെ പേരിലും നിസ്കാരങ്ങളുടെ പേരിലും നോമ്പിന്റെ പേരിലും സക്കാത്തിന്റെ പേരിലുമാണെങ്കിൽ ഇന്ന് ഇതാ പുല്ലാര മഹല്ലിലെ ആബാലജലം വൃദ്ധജനങ്ങളും നമ്മൾക്ക് സാക്ഷിയായി പറയുന്നു. പുല്ലാരക്കാർക്ക് നിസ്കരിക്കാൻ മാത്രമല്ല അറിയുക, പുല്ലാരക്കാർക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ മാത്രമല്ല അറിയുക, പുല്ലാരക്കാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആദിയോ വ്യാധിയോ ആപലാദിയോ വിഷമങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ അതിന് കൂടെ നിൽക്കാനും അവരെ സഹായിക്കാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയുന്ന, അതിനെ സഹായിക്കുന്ന ഒരു പറ്റം ജനങ്ങളാണ് പുല്ലാരിൽ താമസിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാനും അഭിമാനിക്കാനും കഴിയുന്ന അസുലഭ മുഹൂർത്തത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 50 ലക്ഷം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം, പുല്ലാരക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്തും വളരെ പാവപ്പെട്ട, നിർദ്ധരായ, വളരെ മനുഷ്യ കൂട്ടായ്മയിലെ അംഗങ്ങളെ, ഞാൻ വാസ്തവത്തിൽ ഒരു പുതുമയാർന്ന രീതിയിൽ കേട്ടുകേൾവില്ലാത്ത, അനുഭവിച്ചറിയാത്ത ഒരു രീതിയിലുള്ള ഒരു വൺ ഡേ ഫണ്ട് കളക്ഷൻ നടക്കുന്ന, ഒരു ക്രൗഡ് ഫണ്ട് കളക്ഷൻ നടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ടെക്നിക്സ് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. അതൊന്ന് അറിഞ്ഞു വെക്കലും പഠിച്ചു വെക്കലും ആവശ്യമായിട്ട് വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തന നേതൃത്വം നൽകുന്ന എനിക്ക് ഇബ്രാഹിമിനെയും കൂട്ടിയാണ് വന്നത്. എന്തായാലും വലിയ ഒരു അത്ഭുതമാണ്, വലിയ സന്തോഷമാണ്. പ്രിയപ്പെട്ട ഷറഫുദ്ദീനു വേണ്ടി ചെറുപ്പക്കാർ 90% നമ്മളെത്തി. ഇനിയൊരു 10% എന്ന് പറഞ്ഞ ഒരു 5 ലക്ഷം രൂപ, അത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. എത്രയും പെട്ടെന്ന് നമുക്ക് അത് ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് ഇതിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇതിലിപ്പോഴും മുന്നിൽ നിൽക്കുന്നത് മേൽമുറി സുന്നി മസ്ജിദ് മഹല്ല് കമ്മിറ്റി 7 ലക്ഷം രൂപ. ആൾ ടൈം ടോപ്പേഴ്സിന്റെ ടേബിളിൽ ആദ്യത്തെ പേരായിട്ട് നിൽക്കുന്നു. രണ്ടാമത്തെ പേരായിട്ട് നിൽക്കുന്നു പാറാഞ്ചേരി വിളക്കത്തിൽ അലവി ഹാജി മക്കൾ 3 ലക്ഷം രൂപ. അതിന്റെ നേരെ താഴെ കരിക്കാട് കുടുംബം 2 ലക്ഷത്തി നമ്മുടെ മഹല്ല് കമ്മിറ്റി അംഗവും മക്കാം സെക്രട്ടറിയുമായ വളപ്പിൽ അബ്ദുവിന്റെ ചെറുമകൾ അവരുടെ കയ്യിലുള്ള സൂക്ഷിപ്പ് തുകയായ കുറ്റിപ്പെട്ടികൾ, പൈസ കുറ്റിയിൽ സൂക്ഷിച്ചിരുന്ന പൈസ ഇതിലേക്ക് സംഭാവന നൽകുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാൻ അവരെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവർക്ക് ഇതിന്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വളപ്പിൽ അബ്ദുവിന്റെ പേരമകൾ റുവൈസാൻ അല്ലെ, റുബീഷാൽ, ആയിഷ റിസ, രണ്ടുപേരും കൂടി ചേർന്ന് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ഒരു വലിയ തുക നൽകിയിരിക്കുകയാണ്. കയ്യിലുള്ള ക്യാഷ് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പോകുന്ന വഴിയിലാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ സമാപന പരിപാടിയിലേക്ക് സമാപനം കുറിക്കുകയാണ്. അതുകൊണ്ട് സയ്യിദ് അവർകൾക്ക് തിരക്കുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ സംഭാവനകൾ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കൂടിയാണല്ലോ നമ്മൾ ഇങ്ങനെ സംഗമിച്ചിരിക്കുന്നത്. ആ 2 കുടുംബവും അവരുടെ സഹോദരിയുടെ മകനായ കൊല്ലപ്പറമ്പൻ ഹനീഫ എന്നിവർ കൂടിക്കൊണ്ട് ഈ മഹത്തായ സംരംഭത്തിലേക്ക് 40,000 രൂപ സംഭാവന നൽകിയിരിക്കുന്നു എന്ന സന്തോഷ വിവരം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നഗരത്തിൽ നിന്നാണ് ഈ ഒരു വലിയ പരിപാടിക്ക് അവർ
എല്ലാം മറന്നുകൊണ്ട് ഇതിലേക്ക് നൽകിയിട്ടുള്ളത്. ഏറ്റവും പുണ്യമുള്ള ഒരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലുള്ളവർക്ക് കരുണ ചെയ്യുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ നൽകും. ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവർക്ക് നിങ്ങൾ കരുണ ചെയ്യുകയും എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്ന്. അപ്പം അങ്ങനെ ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിനാണ് നമ്മളിവിടെ സാക്ഷികളായിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് اللهم بجائهم بارك لنا فيما نحن فيه يا رب العالمين. اللهم اشف امراضنا امراض مرضانا يا شافي يا كافي يا معافي يا رب العالمين. അർഹമർറഹീമീനായ മലിക്കുൽ ജബ്ബാറായ നാജിസീദായ അല്ലാഹുവേ, ഞങ്ങളുടെ ദുആനെ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏറെ മാതൃക സൃഷ്ടിച്ചുകൊണ്ട് പുല്ലാര മഹല്ല് നിവാസികൾ, പുല്ലാരയിലുള്ള സർവ്വ ആളുകളും, അത് ജാതിവാദി ഭേദമന്യേ ഹൈന്ദവ സഹോദരന്മാരും അതുപോലെ തന്നെ മുഴുവൻ സഹോദരന്മാരും ഒത്തുകൊണ്ട് ഒരു വലിയ സംരംഭം, ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുക. അള്ളാഹുവിനെ കബൂലാക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഒരു ഈ സ്ക്രീനിൽ നമ്മൾ ഓരോരുത്തരും നൽകുന്ന തുക തെളിയുന്നതും ടോട്ടൽ സംഖ്യ ബാങ്കിൽ ഇത്ര, ക്യാഷ് ആയിട്ട് ഇത്ര എന്ന രൂപത്തിൽ വെവ്വേറെ തെളിഞ്ഞു വരുന്നതും, അതിനൊക്കെ ആ പരിപാടികൾക്ക് ടെക്നിക്കൽ സപ്പോർട്ട് വിങ്ങിനെ നയിച്ചത് നമ്മുടെ നാട്ടിലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ കൂടിയായ ബഹുമാനപ്പെട്ട PK ഷുക്കൂർ സാഹിബാണ്. നമ്മോട് ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞാൻ മൈക്ക് പോയിന്റിലേക്ക് ക്ഷണിക്കുന്നു. 3556 രൂപ നമ്മൾ നേരത്തെ ഉദ്ദേശിച്ചതിന്റെ ഏകദേശം 98% നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെയും നമുക്ക് ഓഫറുകളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ദിവസം കൊണ്ട് മൂസ എന്ന സഹോദരൻ ഇതിലേക്ക് 10,000 രൂപ സംഭാവന തന്നിരിക്കുന്നു. നമുക്ക് ഇനി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടത് 3,78,144 രൂപ മാത്രമാണ്. വളരെ ചെറിയ തുകയാണ്. 3,78,000 ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നത് ഒട്ടും ശരിയാകുകയില്ല. അത് മറ്റാരുമല്ല, രാമനാട്ടുകര അടിഞ്ഞിലം മഹല്ല് സ്വദേശി, എല്ലാ മേഖലകളിലും തന്റേതായ കഴിവ് തെളിയിച്ച മഹൽ പ്രതിഭയാണ്. അദ്ദേഹം CA അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം PMA സമീർ. അദ്ദേഹത്തിന്റെ മഹല്ലിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ, ചെറിയ മഹല്ലാണ്, 300-ൽ താഴെ വീടുകളുള്ള ഒരു മഹല്ലാണ്. ആ മഹല്ലിൽ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ഇതുപോലെ ഒരു പദ്ധതിയിലൂടെയാണ് അതിനു വേണ്ട പണം കണ്ടെത്തിയത് എന്ന് നമ്മൾ അറിഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ രണ്ടാമത് നടന്ന സമിതിയുടെ മീറ്റിംഗിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹം ഈ ആശയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അവിടെ പങ്കെടുത്ത എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായിട്ടും നമുക്ക് പുല്ലാരയിൽ ഈ ഫണ്ട് സമാഹരണത്തിന് വേണ്ടി ഈ ഒരു ആശയം പരീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ഇതിലേക്ക് കടന്നതും ഇവിടെ എല്ലാ നിലക്കും വിജയപ്രദമാക്കിയതും എന്നുകൂടി ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഇതിന്റെ പ്രചരണങ്ങൾ നടത്തിയ സമയത്ത് നമ്മുടെ പ്രദേശത്തിന്റെ പല ഭാഗങ്ങളിലും കാവുങ്ങൽ, ഞങ്ങള് രാവിലെ ഇന്നലെ വൈകുന്നേരം ഇവിടുന്ന് കഴിഞ്ഞുപോയി, രാത്രി ഒരു 1 മണി വരെ പീഡിയക്കിൽ ഇരുന്ന് സംസാരിച്ച കാര്യമായിരുന്നു. എത്തോ എന്നുള്ളത്. എത്ര എത്തും? ഒരു 35 എത്തും. പല അഭിപ്രായങ്ങൾ അങ്ങനെയായിരുന്നു. ഗൾഫിൽ നിന്ന് കുറെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, എത്താൻ പ്രയാസമായിരിക്കും, എത്തൂല, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇല്ലെങ്കിൽ രണ്ടാമതൊരു പിരിവ് വേണ്ടി വരും എന്നൊരു പേടിയുണ്ടായിരുന്നു. രണ്ടാമതൊരു പിരിവ് വന്നാൽ നാട്ടിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമ്മളെ കൊണ്ട് എത്തിക്കാൻ കഴിയോ ഇല്ല എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. രാവിലെ വന്നപ്പോ കുറെ പൈസ കയറി. അതിനുശേഷം പിന്നെ
കുറച്ച് സമയത്തേക്ക് ഒന്ന് ഡൗൺ ആയി. അപ്പോഴും എല്ലാവരും ഒന്ന് പേടിച്ചു. പിന്നെ പറഞ്ഞു അവിടെ നിന്ന് പൈസ വരാണ്ട്, ഇവിടുന്ന് പൈസ വരാണ്ട്. ആ ഒരു പ്രതീക്ഷകൾ ഇങ്ങനെ കൊണ്ടുപോയി വളരെ അഭിമാനകരമായ ഒരു തുക 46,17,456 രൂപ. 1 രൂപ പോലും കടല്ല, 1 റുപ്യ പോലും കടല്ല. നമ്മുടെ മേശയിൽ പൈസ ഉണ്ട്, അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടുണ്ട്. ഇതിന് എവിടുന്ന് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിന് 1404 ആളുകളാണ് ഇതിന് മൊത്തമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. 1404 ആൾക്കാർ നമുക്ക് പൈസ ആയിട്ടും UPI ആയിട്ടും നമുക്ക് സംഭാവന തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെല്ലാവരും അറിയണം. മാത്രമല്ല, നന്ദി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അന്ന് ഇവിടുന്ന് ഒരു മീറ്റിംഗ് തുടങ്ങിയത് മുതൽ ഇന്ന് അവസാനം തന്ന പൈസക്കാരനെ വരെ നമ്മൾ ഓർമ്മിക്കണം. വിലയുണ്ട്, അല്ലെങ്കിൽ ഒരു 46 കോടിയുടെ വിലയുണ്ട്. കാരണം പുല്ലാരയിൽ വലിയ ബിസിനസ്മാൻമാരില്ല, പുല്ലാരയിൽ വലിയ കമ്പനികളില്ല. നമുക്ക് കയറി ചെന്നിട്ട് പൈസ ചോദിക്കാൻ. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ അഴിഞ്ഞിലത്ത് അവർക്ക് പൈസ കിട്ടുന്നത് കടൽ റിസോർട്ടിൽ നിന്ന് 1 ലക്ഷം രൂപയായിരുന്നു. തൊട്ടടുത്തുള്ള വേറെ ഫാക്ടറിയിൽ നിന്ന് 1 ലക്ഷം രൂപയാണ്. അങ്ങനെ 13 ലക്ഷമാണ് അവർ സംഘടിപ്പിച്ചത്. ഞങ്ങളോട് ലാസ്റ്റ് ദിവസം അവർ ചോദിച്ചു അത്ര വരുമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്കൊരു കയറി ചെല്ലാൻ പുല്ലാരയിൽ ഒരു ഫാക്ടറി പോലും ഇല്ല. എന്നിട്ട് നമ്മൾ 46 എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ നാട്ടുകാരുടെ വിജയമാണ്, ഒരു സംശയമില്ല. പുല്ലാരക്കാർക്ക് ചെയ്താക്കന്മാരെ പെട്ടിയിട്ട പൈസ കൊണ്ട് നീർച്ചയിച്ചാൽ മാത്രമല്ല, പുല്ലാരക്കാർ സ്വന്തം പോക്കറ്റിലെ പൈസ കൊണ്ട് നാട്ടുകാരന്റെ ജീവൻ രക്ഷിക്കാനും കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. അൽഹംദുലില്ലാഹ്, എല്ലാ സ്തുതിയും ദൈവത്തിന് സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഇവിടെ കൂടിയവർക്കും ഇതിനുമായി സഹകരിച്ചവർക്കും, ചെറിയ കുട്ടി മുതൽ വയസ്സായവർ വരെ, ഇവിടെ വന്നിട്ടുള്ള സ്ത്രീകൾ മുതൽ, അതുപോലെ തന്നെ